നമ്മുടെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഹൊക്കുകളില്ലേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്കിത് കൂടെ ഒക്കെ ചെടിച്ചട്ടികൾ വെക്കായിരുന്നു അല്ലേ? തൂക്കി തൂക്കി ചില ഇതിലോ പറ്റില്ല പറഞ്ഞു. അവർ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. അത് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ ചെടിച്ചട്ടികൾ നല്ല രസം. ഞങ്ങൾ നാളെ കല്ലടിക്കോട് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിറച്ച് ചെടിച്ചട്ടികൾ കേട്ടോ. നമുക്കിനി വാങ്ങണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നില്ലേ ഇതാ ഈ മിറ്റം കണ്ടോ, ഈ മിറ്റത്തിൻ്റെ അവിടെ നിന്ന് ഈ അറ്റം വരെ നമുക്ക് ചെടിച്ചട്ടികൾ ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് മതിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ മതിൽ തേക്കട്ടെ, മതിൽ തേച്ചിട്ട് ഇഷ്ടിക ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ, ചെടിക്കൊക്കെ നല്ല വിലയാണ്. ഒരു ചെടിക്കൊക്കെ 450-500 രൂപയോളൊക്കെ വരുന്നുണ്ട് ചില ചെടികൾക്ക്. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെടികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചെണ്ടുമല്ലി തന്നെ എങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പറഞ്ഞു, അനിയും പറഞ്ഞു അത് വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചില്ല കേട്ടോ. ഇനി എന്തായാലും അതിനും കഴുത്ത കാട് വെക്കണം. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ വിറക് പണിയായിരുന്നേ. അതുകൊണ്ട് എന്താണെന്നറിയോ, വിറക് കിട്ടിയിട്ടോ. വിറക് കുറേ മുകളിൽ കൊണ്ടിട്ടു, കുറേ താഴെയും വെച്ചിട്ടുണ്ട്. ഇനി കുറേ വിറകുകൾ പൊട്ടിച്ചിട്ട് ഇത്ര ആക്കിയിട്ട് അടുക്കി വെക്കാനും കിടക്കുന്നുണ്ട്. എന്ന് സത്യം പറയുക, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. ഒരു ഗുഡ്സ് വണ്ടി നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നോ, ബാക്കിയുള്ള വിറകൊക്കെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, ഏറ്റിക്കൊണ്ടിരിയത്. എന്താണ് ഇവര് വന്നിട്ട് അവിടെ വന്നിട്ടില്ലേ ഷട്ടിൽ ബാറ്റും കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പെരും വെയിൽ കിട്ടോ, എമ്മാതിരി എന്തോ ഒരു വെയിലാച്ചിട്ടാ. ഞങ്ങൾ വെയിലത്ത് നിന്നിട്ട് വിറകുണ്ടാക്കുക. കിച്ചും അച്ചും വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ, അവിടെ നിന്നിട്ട് തോർത്തുകൊണ്ട് വിരിച്ചിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുക. നല്ല രസമുണ്ട് കേട്ടോ അവിടെ. ഞാനും കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കില്ലേ അമ്മുട്ടി, അതുപോലെ ഉണ്ടായിരുന്നു അമ്മു പിന്നെ വന്നിരുന്നില്ല. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ തുടങ്ങിയാലോ? പറ. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കിട്ടും, സൗണ്ട് കിട്ടും. എൻ്റെ മൈക്ക് ഉണ്ടല്ലോ. അപ്പോൾ അടിക്കണം. ഏട്ടൻ അമ്മേനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പിന്നെയും ഒന്നുമില്ല, അമ്മേനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ നിൽക്കുകയാണ്. ബാ കാണിച്ചു തരാം. എന്താണ് ഞാൻ കാപ്പി കുടിച്ചു കേട്ടോ. ഞാൻ കഞ്ഞി കുടിച്ചു രാവിലെ തന്നെ. കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടാണ്. ഇനി ഇവിടെയൊക്കെ ഇന്നലെ ഒന്നും നമുക്കധികം ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ നമ്മുടെ വിറക് കിടക്കുന്നുണ്ടോ, അടുക്കി പെറുക്കി വെച്ച് അത്രയായി. ഇതാ ഇവിടെ ഇതെന്താണെന്നറിയോ, ടെറസിൻ്റെ മുകളിൽ ഏട്ടനെ കുറച്ച് പണി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് താഴേക്ക് കൊണ്ടുവന്നിടണ്ടേ പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ടതാണ്. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഇനി ചെറിയ ചുള്ളലുകളൊക്കെ വെട്ടി ആഞ്ഞ് ഓരോടത്തേക്ക് വെക്കണം കേട്ടോ. സത്യം അറിയാച്ചാലേ നമുക്ക് വിറക് എന്ന് പറയുന്നത് എപ്പോഴായാലും ഉണ്ടാവണത് നല്ല തന്നെയല്ലേ. പക്ഷേ കുറച്ച് മഴക്കാലമാകുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തു വെച്ചിട്ടില്ലെങ്കിലേ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ചാത്തപ്പം പറയുന്നത് കേട്ടോ, പണി കിട്ടും എന്നുള്ളത്. ഇത് ഈ തട്ടിങ്ങോട്ട് വെക്കാനേ മാറി. എന്നിട്ട് ഇതിൽ നമ്മളില്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഇവിടെ കുറച്ച് ചോറ് നമ്മൾ വെക്കാറുണ്ട് എന്നുള്ളത്. ഇവിടെ വെക്കൂട്ടോ. ഇതിൻ്റെ അല്ല, ഇത് ഇങ്ങോട്ടും ആക്കാനുള്ളതാ. കഴിയാലോ. അപ്പം അതന്നെ അതിൽ വെക്കാൻ പറഞ്ഞു. സുകന്യേ ഞാനിപ്പോൾ അവിടെ പാത്രം കഴുകി കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. രാവിലെ കുറേ കൂട്ടുകാർ പറയാറുണ്ട് എൻ്റെ അടുത്ത്, പ്രസ്റ്റീച്ചി രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വീഡിയോ എടുക്കാൻ വന്നൂടേന്ന്. നമ്മൾ കിണറ്റിൽ വെള്ളമില്ലാത്ത സമയത്ത് മാത്രമാണ് കേട്ടോ രാവിലെ കുളിക്കാതിരിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ രാവിലെ കുളിച്ചിട്ട് തന്നെയാണ് വീഡിയോയ്ക്ക് വരാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മീനോ എന്തെങ്കിലുമൊക്കെ ഇതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി കുളിക്കട്ടോ. പക്ഷേ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വെച്ചാലല്ലേ ഞാനൊന്നും ചെയ്യില്ല. ലമ്മോ തലയും കൂടി ഒന്ന് ചീന്തി ഒതുക്കില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചപ്രക്കാളി പോലെ നടക്കുള്ളൂ. ഇവിടുത്തെ അച്ഛൻ എപ്പോഴും എന്നെ ചീത്ത പറയുന്നൊരു കാര്യമാണത്. കുളിച്ച് കഴിഞ്ഞാൽ പൊട്ട് വെച്ചൂടെ, കുങ്കുമം ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, കുളി കഴിഞ്ഞ് വെച്ചാൽ അങ്ങനെയുള്ള ഇതൊന്നും ശീലം ചെറുപ്പം മുതൽ ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല, അതൊന്നും ചെയ്യണത് വലിയ പണിയല്ലേ. അതേപോലെ എൻ്റെ മക്കളും അവർക്കും ഒന്നും വേണ്ടാത്ത കുട്ടികളാട്ടോ.
എന്തും അറിയില്ല, ഇപ്പോഴത്തെ കുട്ടികളെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ അമ്മു അച്ഛനൊക്കെ ഒന്നും മേക്കപ്പ് വേണ്ടാത്ത പോലെ. ഡാ എന്താ ഈ രാവിലെ ഒന്നുമില്ല മുട്ടി കുറച്ചു നേരം കഴിഞ്ഞു. ഏതഴിഞ്ഞ്? അതിനെന്താ കഴിഞ്ഞു? കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ആക്ക്. ഇപ്പം ഇത് കൂടെ വിറകാക്കി വയ്ക്കുമ്പോഴും പേടിയട്ടോ. എല്ലാവരും പറയേ പാമ്പുണ്ടാവും അതുണ്ടാവുന്നു. നമുക്ക് എടുക്കേണ്ട സൗകര്യത്തിന് ഇവിടെ വെച്ചിട്ടാണ്. ഇനി ഇതാ ഈ ചാക്ക് കെട്ടുകളാണില്ലേ, ഈ ചാക്കുകളിലൊക്കെ ചകിരിയാണ്. ഈ ചകിരിയൊക്കെ ഈ സൈഡിൽ കൂടെ വെക്കണം. എന്തായാലും നമുക്കൊരു വിറകാല അത്യാവശ്യമായിട്ട് വേണമല്ലോ അമ്മോ. യായാന്നോ? അച്ചുവിൻ്റെ ബാഗും കുറച്ച് ചവിട്ടിയും കാര്യങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ. അത് കഴുകുകയാണ്. സുകന്യേ ഈ എന്താ മൂളാത്ത്? ഞാൻ പറയുമ്പോൾ ഈ എന്താ മൂളാത്ത്? അടിക്കരുത് കേട്ടോ. ഇനി കഴിഞ്ഞു. നമുക്ക് നീ മൂളാണ്ടിക്കൊരു സുഖല്ലടി. പറഞ്ഞ് മൂളണം. ഇപ്പം നോക്ക് കാലാവസ്ഥ മാറി. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞങ്ങളുടെ അവിടെ മഴ ചാറിപ്പോയിട്ടോ. ഇന്ന് വെയിലുണ്ട്. അച്ഛൻ്റെയും അമ്മൂൻ്റെയൊക്കെ ബാഗുകൾ തിരുമ്പിയിടുകയാണ്. ബാഗ് തിരുമ്പിയിടുന്ന നോക്കണം. അമ്മോച്ചിക്ക് ബാഗല്ല, ഇല്ല. ഒരു ബാഗ് 3 വർഷം ഉപയോഗിക്കണം കേട്ടോ മക്കളെ. അമ്മോച്ചിയുടെ ബാഗ് കൊണ്ടേ ബാഗില്ല, ചോറ്റുപാത്രം ഇല്ലാലേ. സത്യം ചോറ്റുപാത്രമില്ല. ബാഗ് വാങ്ങണ്ട ഇക്കൊല്ലം. പഴയ ബാഗുകളില്ലേ, അമ്മയൊക്കെ ഒരു ബാഗ് 5 കൊല്ലം കൊണ്ടുപോയിട്ടുണ്ടറിയോ? അത് എപ്പോഴാണ് അമ്മയ്ക്ക് കിട്ടിയിരിക്കണമെന്നറിയോ? 8ാം ക്ലാസ്സിന് മറ്റേത് കവർ തന്നെ കൊണ്ടുവരുന്നത്. തുണിക്കടയുടെ കവറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു ധൈര്യട്ടാ. വലിയ മാമനും ചെറിയ കുട്ടിമാമയ്ക്കും ഒന്നും ബാഗ് കിട്ടിയിട്ടില്ല അതുകൊണ്ട്. ഇക്കാണ് ഒരു ബാഗെങ്കിലും കിട്ടിയിരിക്കുന്നത്. അത് അമ്മമ്മ പണിയെടുക്കുന്ന വീട്ടിലത്തെ അവരുടെ കുട്ടിയുടെ പഴയത് കൊണ്ടുവന്നിട്ട് അങ്ങനെ. അന്നൊന്നും അങ്ങനെ വാങ്ങില്ല അധികം. എന്താ എൻ്റെയൊക്കെ വലിയേട്ടൻ്റെയൊക്കെ ചെറുതാവണ സമയത്ത് അടുത്ത വീട്ടിലത്തെ അവരുടെ അടുത്ത് പെട്ടിയായിരുന്നു, അലുമിനിയത്തിൻ്റെ ഒരു പെട്ടി. അത് ഞാൻ അവരുടെ പക്ഷെ ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല കേട്ടോ അവർ. ഇപ്പോഴൊക്കെ നമ്മുടെ മക്കളിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും നോട്ട് വേണം, ബുക്ക് വേണം, പെൻസിൽ വേണം. ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ 2 നോട്ട് ബുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം എഴുതായിരുന്നു, തലങ്ങും വിലങ്ങും പറഞ്ഞ പോലെ. ഇപ്പോഴൊക്കെ അല്ലേ അല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളുടെ എന്ത് ചന്ത നോക്കിയൊക്കെ കാണാൻ. തിരിച്ചു പോകണ്ടേ, ഇവിടെ നിൽക്ക്. ചോറൊക്കെ തരബാ. കണ്ട എന്ത് രസാലേ. വീഡിയോയിൽ കാണുന്നതിൻ്റെ ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇഷ്ടം പോലെ മയിൽപ്പീലി കിട്ടേ. പക്ഷെ സുകന്യേ അതാരാ പോണ നോക്കിയേക്ക്, റോട്ടിൽ കൂടെ നോക്കടി. മയിൽ പോണുണ്ടോ? ഞങ്ങൾക്കൊക്കെ പിന്നെ ഇത് എപ്പോഴും കാണും കൊണ്ടില്ലേ ഇതിനോടൊരു കൗതുകം തോന്നുന്നില്ല കേട്ടോ. മഴ ഒന്ന് ചാറാൻ തുടങ്ങിയ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടില്ലേ മതി. ഇവിടെ മഴ പെയ്യുന്നു. എന്താ പ്രശ്നം എന്നറിയോ? ഓട്ടുപേരുടെ മുകളിലൊക്കെ ഉണ്ട് കയറിയിട്ട് അവർ ഒരു 5-6 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇതിന് പോയി കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞല്ലേ ഫുള്ള് ചോർച്ചയും. എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുന്നൊരു പണിയാണിത്. പ്രാവശ്യം ഇനി വേഗം ചോരും. എന്താ വെച്ചാൽ ഇന്നലല്ലേ അമ്മൂട്ടി 5 എണ്ണം പൊതവും പറഞ്ഞിട്ട് മേത്തിക്ക് വീഴുന്ന പോലെയാണ് വീടിൻ്റെ മുകളിലേക്ക് നിന്നിരുന്നത്. ഞാനിവിടെ അങ്ങനെ ഇരുന്നിട്ട് തിളച്ചോളൂ കേട്ടോ. ഇന്നിപ്പോൾ എന്താ സുകന്യേ, മയിലുകൾ ഇതാ കൂട്ടത്തോടെ നടന്നു. ഇല്ല ഇന്നലെ ഉണ്ടായിരുന്നു വീടിൻ്റെ മുകളിൽ, ഇന്നില്ല. കുമ്പളങ്ങിയും ചക്കക്കൂരും കൂട്ടാൻ വയ്ക്കാം. ഇന്നലെ ഒരു രസം ഉണ്ടായിട്ടോ. നമ്മൾ ഇവിടുന്ന് എന്താ കൊരക്കൂർക്കട ഇല എടുക്കാൻ വേണ്ടി പോയപ്പോണ്ട് പൊതോ പറഞ്ഞിട്ടൊരു സാധനം വീണു. ഞാൻ എന്താണോ വിചാരിച്ചു കേട്ടോ. പോയി നോക്കുമ്പോൾ എന്താ
ഹലാക്കിൻ്റെ ഒരു ചക്ക ഉണ്ട് പഴുത്തത് വീണ് കിടക്കണു. നല്ല മധുരം ഉണ്ട്. ഇല്ലേ, അതൊന്ന് ചുള പറിച്ചിട്ട് അത് എന്താ വേവിച്ച് വെക്കണം. ഞങ്ങൾ ഇതാക്കി കുറച്ച് നിങ്ങൾ നേരേക്കോ തിന്നു. തിന്നോണ്ട് എന്ന് പറയുന്നത്. ബാ അടിച്ചു വരണ്ടേ. രസമുണ്ടല്ലേ. ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി വെച്ചതാട്ടോ. ഇതൊക്കെ കഴുകി വെച്ചതാ. അച്ചൊന്നും ഉള്ള അടിച്ചോര് അച്ചുട്ടിയേ. കഴിച്ചോ നാരങ്ങാച്ചാറ് കൂട്ടിക്കോ. ഏട്ടാ ചെക്കനിപ്പോൾ പനിക്കുന്ന തോന്നുന്നു. ചെക്കന് പനിക്കുന്ന തോന്നുന്നു പറയാ. ഗുളിക കഴിച്ചവനാ. എല്ലാവരും കഴിഞ്ഞിപ്പോൾ ഇവിടേക്ക് എത്തിയ കടന്ന കഴിഞ്ഞു അല്ലേ അച്ചോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഈ ചവിട്ടീൻ്റെ ഒക്കെ കഴുകിയിടാൻ. ഒരു ബാഗ് ആദ്യം കഴുകണം, മറ്റാണ്ട് ബാഗും പാടെ ഇടാൻ പറ്റുള്ളൂ. ഒരു ബാഗ് ഇടാൻ പറ്റുള്ളൂന്നോ? ഈ വെള്ളം തെറിക്കണു. ഏത് വെള്ളം? അത് അടച്ചു വെച്ചാൽ മതി. അങ്ങനത്തെ അല്ല, ഇവിടെ ഓട്ടം ഉണ്ടായിട്ടുള്ളൂ. ധാരാ വരുന്നേ പൊന്നൂച്ചോ. അയ്യോ ചാച്ചൻ അവിടെ അല്ലേ? ചാച്ചൻ പണിക്ക് പോയേ. അവൻ്റെ അച്ഛനെയാണ് അവൻ ചാച്ചാന്ന് വിളിക്കുന്നത് കേട്ടോ. ചാച്ചൻ ഓ നിൻ്റെ അച്ഛനോ? വലിയച്ഛൻ പോയി. ഓലൊക്കെ നനയും അമ്മ. ഇന്ന് അവിടെ നിന്ന് അത് എടുത്ത് മാറ്റി വെക്കുന്നിട്ട് ചെയ്യേ. അതിൻ്റെ ഉള്ളിൽ എന്താ മുട്ടി ഇലകൾ വന്നേക്കണത്. മഴ പെയ്യാൻ തുടങ്ങിയില്ലേ പൊന്നാ. വിറക് ഒതുക്കി വെക്കണം വിചാരിച്ചാട്ടോ. ഇന്നിപ്പം ഇന്ന് വിറക് ഒതുക്കി വെക്കലൊന്നും നടക്കും തോന്നുന്നില്ല. എന്താ ഉജ കുട്ടിക്ക് പനിക്കാൻ തുടങ്ങിട്ടോ. ഒരാളെ നീ ആശുപത്രി കൊണ്ടുവന്നു. നീ അടുത്ത ആൾക്ക് അത് അതിലിട്ടിട്ട് തന്നെ കഴുകിയാൽ മതി. ഒന്ന് വെള്ളം കളയും എന്നിട്ട് പിന്നെയും കഴുകു. കളയണ്ട കുഞ്ചു. ചോറേ കോഴികൾക്ക് കൊടുത്താൽ മതി. അവിടെ വെക്ക്. ചോറും അതിന് തീനെ ഇടണ്ട. അതിന് വേണ്ടിയിട്ടല്ലേ കതി ഇടുന്നത്. വെള്ളം ആ ഇതിങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് വെള്ളം അങ്ങോട്ട് കളയേ. ഇപ്പുറത്തേക്ക് ആക്ക്. അങ്ങനത്തെ വിറകുകളുണ്ടാവും. ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ആ മുജേച്ചി തുടച്ചാൻ പോവാ. ഇയ്യും തുടക്കിയ ഈ പോയിട്ട് അമ്മഴത്തുനിന്ന് ചക്കക്കുരു വാങ്ങിട്ട് വന്നാ കൂട്ടായി വെക്കാൻ. പാത്തോ പഴുത്തോ? അതിന് പഴുത്ത കുരു കൊണ്ടാ കൂട്ടാൻ വെക്കുക. ഇത് ഇങ്ങോട്ട് വരുന്നില്ല. എനിക്കെടുക്കാൻ പറ്റണ്ടേ? വേണ്ട വേണ്ട ചക്കട നമ്മക്ക് ഇന്ന് ചക്ക കൂട്ടാൻ വെക്കാം. നമുക്ക് പഴുത്ത ചക്ക വേണ്ട, ചക്ക കൂട്ടാൻ വെക്കാം. അടുത്ത ആൾക്ക് വയ്യായി വരുന്നു. പനി ജലദോഷം. ഇന്നലെ ഞാൻ വെയിൽ കൊള്ളുമ്പോൾ പറഞ്ഞു, ഇവര് അവിടേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇടാ വരണ്ട, പനി പിടിക്കും, വെയിലത്ത് കൂടെ നടക്കണ്ട, എല്ലാവർക്കും പനിയാണെന്ന്. ഇപ്പം എന്തായി കിച്ചോ? ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാവർക്കും വയ്യാതെയെന്ന് തോന്നുന്നത്. ഇനി കിച്ചുവിന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മൂട്ടിക്ക് വരും കേട്ടോ. അമ്മൂട്ടിക്ക് ഏലക്കാട് കൂടെ വന്നാൽ മതി ഇത് കൂടെ കിടക്കാൻ. ചക്കക്കൂട്ടാൻ. ഈ ഗ്യാസ് അടുപ്പില്ലേ ചൂടാറിയാലാണ് കേട്ടോ നമുക്കിവിടെ തുടയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തുടയ്ക്കാനേ പറ്റില്ല. അതിന് ഞാൻ തുടച്ചതാണല്ലോ നേരത്തെ. അപ്പം അതന്നെയാണ്, അതിങ്ങനെ പിടിച്ച് വെച്ചിട്ട് തന്നെ തുടച്ചതേ. നേരത്തെ തുടയ്ക്കാൻ നിങ്ങൾ കണ്ടില്ലേ? വെള്ളം ഇട്ടിട്ട് തുടയ്ക്കും. പിന്നെ ഇതാ അത് ചെയ്തതാണ്. ഇനി നമ്മൾ എല്ലാതും ഉണ്ടാക്കുമല്ലോ. ഇതെന്താ വെള്ളത്തിന്റെ കളർ നോക്കി നോക്ക്. എന്തൊരവസ്ഥ. ഏത് നമ്മുടെ ഈ കിണറ്റത്തെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല അല്ലേ?
ഇവിടെ വന്നാലേ കാണാൻ പറ്റുമ്പോഴാ വാ എന്തോ ഞാത് ഇങ്ങോട്ട് വാടക്ക നോക്കാം മാമൻ്റെ ഇവിടെ മോളായിട്ട് പൊളി ഇപ്പൊ വെള്ളം തെളിഞ്ഞു കേട്ടോ. ഞാനപ്പോ ടാങ്ക് അതിനെ കഴുകണം. ടാങ്ക് കുഞ്ഞിനും അറിയാം. കഴുകിയോ? അയ്യോ ആ കഴുകി. ടാങ്ക് കഴുകിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയോ, എനിക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ ഈ അലർജിയുടെ. എന്തൊരു വലിയ പ്രശ്നം വെച്ചിട്ടാ. അപ്പം അത് കാരണം ഒരു തുള്ളി ചളി പാടില്ല. ചളി ഉണ്ട് പറഞ്ഞാൽ വെച്ചാൽ കെതി കെടും. അച്ചുട്ടിയെ നിങ്ങൾ കിടക്കണ കുഴക്കിണറിൽ തന്നെ ഇങ്ങനെ ചളി ഉണ്ടാവുമോ? പിന്നെ അതും കൊണ്ടാ ഇപ്പം നമ്മുടെ അമ്മ തുടയ്ക്കുകയും ചെയ്തുകൊണ്ട് കുറേ പണികൾ ഒഴുങ്ങി. അടിച്ചോരിട്ട് കൊടുത്തു കേട്ടോ. ഇനി റൂം അച്ചുവിൻ്റെ വകയാണ് വൃത്തിയാക്കൽ. അതൊന്ന് വെള്ളം വാർന്നു കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആരോ അലറടിക്കുന്നു. അച്ചുവിന്റെ ബാഗ് അച്ചു ബാഗ് എത്ര നോക്കിയിട്ട് ആ അച്ചുവിന്റെ കിച്ചുവിന്റെ ഇത്രയും വേഗം കഴിഞ്ഞില്ലേ? ചോറായോ നോക്കട്ടെ. ഇഷ്ടായോ ഈ ഗുളിക? എന്തത് കുഞ്ഞുണ്ണി ഇവനെ അംഗനവാടി കൊണ്ടേക്കാം നമുക്കില്ലേ? നീ തരാൻ വാങ്ങാനല്ലോ നിന്നോട്? വേണം വേണം ആണേ ആണേ എടുക്കണ്ടാന്ന്. ചോണ മാങ്ങയുടെ ചോണ എത്ര ഷർട്ടല്ല ഇപ്പൊ വീഡിയോക്ക് വേണ്ടിട്ട് ട്രൗസർ ഇടുക കേട്ടോ. ഇല്ലെങ്കിൽ ട്രൗസർ ഇടാണ്ട് ഇങ്ങനെ നടക്കുക അവൻ. അപ്പ അയച്ചിടും. ഇപ്പൊ നമ്മളെ വീഡിയോ അച്ഛൻ്റെ അല്ലേ കല്യാണ ഫോട്ടോ കണ്ടിട്ട് ആരോ വെച്ചപ്പോളേ കൊറയില്ലേ വല്യച്ഛൻ. അപ്പൊ ആരാ? ആ അമ്മയെ കണ്ടേ? ആ വല്യമ്മ വല്യമ്മ. ഞാനൊന്നല്ലത്. അതാരാണ്? അമ്മു ചേച്ചിയുടെ പോലെ ഉണ്ടല്ലേ വല്യമ്മനപ്പോ തടിയിലാണ്ട്. കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവുമ്പോ അപ്പഴേ കുമ്പളങ്ങി ഒരു കായും ചക്കക്കുരുമാടിട്ടിട്ടില്ലേ? നമുക്ക് മോരുക്കൂട്ടാൻ വെക്കാട്ടോ. മോരുക്കൂട്ടാൻ ചാത്തപ്പൻ. അപ്പൊ അവിടെ ആ പട്ടീന്റെ പേരെന്താ? അതറിയാം. ഇനിയിപ്പോ കിച്ചുവിനെയും കൊണ്ട് ആശുപത്രിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവനെ ഇഞ്ചക്ഷൻ വെക്കാം. എന്താ ഇനിയിപ്പൊ അവനെയും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു എത്ര ദിവസമായി എന്നറിയാം, 10-15 ദിവസമായി ഇപ്പൊ നമ്മൾ ആശുപത്രിയും കൊണ്ട് കളിക്കണു. അപ്പൊ അമ്മേനെയും കൊണ്ട് ആശുപത്രി പോയി വന്നേയുള്ളൂ. ഞങ്ങൾ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഈ വെയ്യായും വെച്ചിട്ട് എന്താ കുട്ടികളും നാളെ പറഞ്ഞതാ നമുക്കൊരു പടം കാണാൻ പോവുക എന്നുള്ളത്. അതിന് നോക്കുമ്പോൾ അമ്മ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെ പോണത് പറഞ്ഞിട്ട് പോയില്ല. എവിടേക്ക് ഇപ്രാവശ്യം എവിടേക്ക് മക്കൾക്ക് പോകാൻ പറ്റിയില്ല. വാഴ കാണാൻ പറ്റിയില്ലേ അതുകൊണ്ട്? ആ വാഴ പോലെ തന്നെ എവിടേക്കും പോകാൻ പറ്റിയില്ല. ഇന്നലെ ഞങ്ങള് കല്ലടിക്കോട് പോയിട്ടോ. കല്ലടിക്കോട് പോയിട്ട് അവനെ കൊണ്ടയില്ല, അവനെയും കുഞ്ഞുണ്ണീനും കൊണ്ടയില്ല. ഞങ്ങള് പോയില്ലേ? നീ നിന്റെ അമ്മമ്മ വീട്ടിക്ക് പോയിട്ട് കുറച്ച് ദിവസം നിന്നില്ലേ? ആ ഞങ്ങള് എവിടേക്കും പോയില്ലല്ലോ. ഞങ്ങളെ വിട്ടേ അപ്പൊ നമ്മള് വിശേഷം നിർത്തുകയാണ് കേട്ടോ. എന്താ കൊറേ കൂട്ടുകാർ പുറത്തൊക്കെ പോണ വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ അമ്മയ്ക്കൊക്കെ വയ്യാണ്ട് ഇവിടെ കിടക്കുമ്പോ നമ്മളെങ്ങനെ പോവാ? അപ്പൊ ഇന്നാളേക്കൊരു ലക്കിടിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ലക്കിടിയിൽ വെച്ചിട്ടൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനും കൂടി പോകാൻ പറ്റിയില്ല. എത്ര പ്രാവശ്യം അവർ വിളിച്ചതാലേട്ടാ വായോ വായോ പറഞ്ഞിട്ട് വരുകൊണ്ട് അന്ന് രാവിലെയും കൂടി വിളിച്ചു. അപ്പൊ ഇവര് ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോ എങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. രാവിലെ കിച്ചു എന്താ പരിപാടി? അവന്റെ ക്യാമ്പിന്റെ പരിപാടിയാ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അതെ
എന്താ പരിപാടി? ക്യാമ്പാണ്. ക്യാമ്പിന്റെ പരിപാടി ഉണ്ട്. ഞാൻ പോവാ. എന്നിട്ട് കിച്ചു പോയില്ലല്ലോ ഒന്ന് കിച്ചുവിന് പനിയായിട്ട്. അമ്മോ അല്ല ചക്ക നേരേക്കാൻ കൂടുവോ? പുഴുക്ക് വെച്ചു നോക്കട്ടേന്നോ? അപ്പൊ ചക്കപ്പുഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടാ. ഈ ചക്ക തിന്നു. നമ്മള് വിശേഷം നിർത്തുകയാണ്. എന്താണെന്നറിയോ, ഇവരുടെ ഒക്കെ ഒന്ന് ശരിയാവാൻ വേഗം പ്രാർത്ഥിക്കും കേട്ടോ. അസുഖങ്ങളൊക്കെ ഒന്ന് മാറി വന്നാൽ തന്നെ നമുക്ക് കുറേ സമാധാനം ഉണ്ടാവും. ചോറ് വേവാറായി അറിയണ്ടാവല്ലോ അല്ലേ. കുമ്പളങ്ങ, ചക്കക്കുരു, പരിപ്പിടില്ല കേട്ടോ. ചക്കക്കുരു ഇടും കൊണ്ട് ചിലപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഒഴിച്ചുകറി മല്ലിപ്പൊടി കൂട്ടാണ്ട് ഒരു കൂട്ടാൻ കേട്ടോ വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഒഴിക്കില്ല. ചിലപ്പോൾ തോന വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തുള്ളി ഒഴിക്കും കേട്ടോ. അപ്പം ഇതിപ്പോൾ ആർക്കും അധികം വേണ്ടല്ലോ. പനിയായിട്ട് എല്ലാവർക്കും സത്യം പറയല്ലേ വിവിധ തരം ചമ്മന്തികളുമാണ്. ഇന്ന് പച്ചമുളകും കാന്താരിയൊക്കെ ഇട്ടിട്ട് രാവിലെ കാന്താരി മുളകും ഇട്ടിട്ട് ചമ്മന്തി അരച്ച് അങ്ങനെ ഉച്ചയുമ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി, വൈകുന്നേരം ആകുമ്പോൾ മുളക് ചുട്ട ചമ്മന്തി, അങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ കഴിക്കും. പിന്നെ കഴിപ്പയ്ക്കല്ലേ വെറുതെ വാട്ടും ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ കേട്ടോ എല്ലാവർക്കും വേണ്ടല്ലോ. അപ്പോൾ നാളെ കാണാം കേട്ടോ. കഴിഞ്ഞമ്മോ.